ഹായ് ഓൾ, വെൽക്കം ടു CC Plus. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. നവോദയ 6th നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ സിലബസിൽ ചെറിയൊരു മാറ്റമുണ്ട്. അപ്പോൾ ആ പുതിയ സിലബസ് എന്താണ്, അതിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുന്നേ പറഞ്ഞോട്ടെ, നമ്മുടെ പുതിയ സിലബസിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ CC Plusൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് 120 ഡേയ്സിൻ്റെ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക. ആദ്യം തൊട്ടേ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു പോവാം. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന 9496949929 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസ് നോക്കിയാലോ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് മുന്നേ വരെ ഉണ്ടായിരുന്ന, കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നുള്ള സിലബസ് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും 3 കാറ്റഗറി ആയിട്ടായിരുന്നു സിലബസ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മെൻ്റൽ എബിലിറ്റി എന്നായിരുന്നു. മെൻ്റൽ എബിലിറ്റിന്ന് 40 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 50 മാർക്കാണ് മെൻ്റൽ എബിലിറ്റിന്ന് ഉണ്ടായിരുന്നത്. ദെൻ അരിത്തമെറ്റിക് ടെസ്റ്റ്, അത് അടുത്ത ഒരു ടോപ്പിക്കാണ്. അതിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ദെൻ 25 മാർക്സ് ആണ് ഉണ്ടായിരുന്നത്. ലാംഗ്വേജ് ടെസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷം വരെയുള്ള സിലബസ്. ഈ വർഷം ചെറിയൊരു മാറ്റമുണ്ട്. നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി, അതായത് മെൻ്റൽ എബിലിറ്റിയുടെ കൂടെ നിങ്ങൾക്ക് EVSും കൂടെ പഠിക്കാനായിട്ടുണ്ട്. അതായത് മെൻ്റൽ എബിലിറ്റിന്ന് ആദ്യം 40 ക്വസ്റ്റ്യൻസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ 20 ക്വസ്റ്റ്യൻസ് മെൻ്റൽ എബിലിറ്റിന്നും 20 ക്വസ്റ്റ്യൻസ് EVSന്നുമാണ് ചോദിക്കുന്നത്. അപ്പം ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ചേഞ്ച്, സിലബസിലുള്ള ഒരു ചേഞ്ച്. അപ്പം നമ്മൾ മെൻ്റൽ എബിലിറ്റി മാത്രം ഫോക്കസ് ചെയ്യാതെ EVSും കൂടെ നമ്മൾ ഈ പ്രാവശ്യം ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം ഇത് മാത്രമാണ് ഇപ്പോഴത്തെ സിലബസിലുള്ള ചേഞ്ച്, ബാക്കി ഒന്നിലും മാറ്റമില്ല. ഇപ്പോൾ നമ്മൾ EVSും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. 20 ക്വസ്റ്റ്യൻസ് EVSന്നായിരിക്കും, 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെൻ്റൽ എബിലിറ്റി എന്നുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ EVSന്ന് എന്തൊക്കെ പഠിക്കണം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ EVS എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ടോട്ടൽ നമുക്ക് എക്സാമിന് 80 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ 21ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് 40ാമത്തെ ക്വസ്റ്റ്യൻ വരെ ആയിരിക്കും EVS എന്നുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ 21 തൊട്ട് 40 വരെയുള്ള 20 ക്വസ്റ്റ്യൻസ് നമുക്ക് EVS എന്നായിരിക്കും. ആ 20 ക്വസ്റ്റ്യൻസിൽ 15 MCQs ആയിരിക്കും ഉണ്ടാവുക. 20 ക്വസ്റ്റ്യൻസ് 15 MCQവും ഒരെണ്ണം പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു പാസേജ് നിങ്ങൾക്ക് തന്നിട്ട് അതിനെ ബേസ് ചെയ്തൊരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ 5 ക്വസ്റ്റ്യൻസും MCQ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ആ 20 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുക. 15 MCQവും ഒരു പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും. ഇങ്ങനെയായിരിക്കും EVS എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ഇനി EVS എന്നുള്ള ടോപ്പിക്കുകൾ നമുക്ക് നോക്കിയാലോ. പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള EVS എന്നുള്ള ടോപ്പിക്കുകൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഏതാണ്? ദ നാച്ചുറൽ വേൾഡ്. ദ നാച്ചുറൽ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് നമുക്കുണ്ട്. അതിൽ പഠിക്കേണ്ടതാണ് ട്രാൻസ്പോർട്ടേഷൻ പഠിക്കണം, റിവേഴ്സ്, മൗണ്ടെയിൻസ്, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ടൈപ്സ് ഓഫ് ഹൗസസ് ഓർ ഷെൽട്ടേഴ്സ്, വാട്ടർ സൈക്കിൾ, എക്സെട്ര. ഇത്രയും ടോപ്പിക്സ് ആണ് ദ നാച്ചുറൽ വേൾഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് നോക്കിക്കേ, ദ ഹ്യൂമൻ ബോഡി. ബയോളജിന്ന് അല്ലെങ്കിൽ സയൻസിൽ നിന്ന് നമുക്ക് ഹ്യൂമൻ ബോഡിയിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഫുഡ് ആൻഡ് ന്യൂട്രിയൻസ് പഠിക്കാനുണ്ട്, ഹൈജീൻ ആൻഡ് ക്ലെൻലിനെസ് പഠിക്കാനുണ്ട്, സൂപ്പർ സെൻസസ്, ബേസിക് നോളജ് ഓഫ് ഇന്റേണൽ സിസ്റ്റംസ്, ഡൈജസ്റ്റീവ്, സർക്കുലേറ്ററി, റെസ്പിറേറ്ററി സിസ്റ്റം. ഇത്തരം ബേസിക് ആയിട്ടുള്ള ഇന്റേണൽ സിസ്റ്റംസ് നിങ്ങൾ പഠിച്ചിരിക്കണം. അടുത്തത് നോക്കിക്കേ, സയൻസ് ഇൻ ഡെയിലി ലൈഫ്. സയൻസിൽ തന്നെയുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഫുഡ് പ്രിസർവേഷൻ, വാട്ടർ ആൻഡ് എയർ പൊല്യൂഷൻ, കൺസർവേഷൻ ഓഫ് വാട്ടർ ആൻഡ് സോയിൽ, എക്സെട്ര. ഇത്രയും ടോപ്പിക്സ് ആണ് സയൻസ് ഇൻ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ലാസ്റ്റ് ആയിട്ട് സോഷ്യൽ സറൗണ്ടിങ്സ്. നിങ്ങൾക്ക് ആദ്യം പഠിക്കാനുള്ളത് സൂപ്പർലേറ്റീവ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്, ലാർജസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്, സ്മോളസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്, ലോങ്സ്റ്റ് റിവർ, അങ്ങനെ കമ്പാരിസൺ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ സൂപ്പർലേറ്റീവ് ഓഫ് ഇന്ത്യയിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുക. റിലേറ്റിംഗ് ടു സ്റ്റേറ്റ്സ്, ക്യാപിറ്റൽസ്, നാഷണൽ സിംബൽസ്, then different landscapes, festivals, seasons, forest, crops, clothes and fibers. ഇത്തരം ടോപ്പിക് ആയിരിക്കും സോഷ്യൽ സറൗണ്ടിങ്സ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് EVSൽ കൃത്യമായിട്ട് പഠിക്കേണ്ട പോർഷൻസ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളൊക്കെ കണ്ട് ടെൻഷൻ അടിക്കേണ്ട ആരും. പുതിയ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ ഇവിടെ CC Plusൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 120 ഡേയ്സിൻ്റെ
ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും സമയം കളയാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുക. തുടക്കം തൊട്ടേ പുതിയ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് എല്ലാവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സീ യു, ബൈ.